നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. വൃക്കയിലെ കല്ലുകൾക്കുള്ള നൂതന ചികിത്സാ രീതികളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് മെട്രോ കാർഡിയാക് ഹോസ്പിറ്റലിലെ മയാർട്ട് യൂറോളജി വിഭാഗം മേധാവിയും ചീഫുമായ ഡോക്ടർ ഹരി ഗോവിന്ദ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, എന്താണ് ഈ വൃക്കയിലെ കല്ലുകൾ എന്ന് വിശദീകരിക്കാം? നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ജീവിതശൈലി മാറ്റങ്ങളിലും നമ്മുടെ ഭക്ഷണ രീതികളുടെയും ഫലമായി ഇന്ന് ഏറ്റവും കൂടുതൽ യൂറോളജിയിൽ കാണുന്ന ഒരു രോഗമാണ് കല്ല് രോഗങ്ങൾ. കല്ല് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് കിഡ്നി മുതൽ മൂത്രാശയം വരെ, മൂത്രനാളം വരെ ഏത് ഭാഗത്ത് കാണുന്ന അസുഖത്തിനെയും കല്ല് രോഗം എന്ന് പറയാം. പക്ഷേ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത് കിഡ്നിയിലെ കല്ലുകളെക്കുറിച്ചാണ്. കല്ല് എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് പല ടൈപ്പ് കല്ലുകളുണ്ട് നമ്മുടെ ശരീരത്തിൽ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന കല്ലുകളെക്കുറിച്ച് മാത്രമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. രോഗികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും വ്യത്യാസം മനസ്സിലാക്കേണ്ട എക്സ്റേയിൽ കാണുന്ന കല്ലുകൾ, എക്സ്റേയിൽ കാണാത്ത കല്ലുകൾ. വളരെ ചെറിയ സൈസാണ്, എക്സ്റേയിൽ കാണുന്നില്ല. അങ്ങനത്തെ കല്ലുകൾ കഴിയുന്നത്ര നമുക്ക് മരുന്നുകൊണ്ട് ശരിയാക്കാൻ പറ്റും. എക്സ്റേയിൽ മാത്രമല്ല, നമ്മൾ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ CT എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ വ്യത്യാസങ്ങളാണ്. അൾട്രാസൗണ്ടിൽ എടുത്ത മെഷർമെൻ്റ് ആയിരിക്കില്ല CT സ്കാനിൽ കഴിഞ്ഞ വരുന്ന മെഷർമെൻറ്റ്. അപ്പോൾ ഇതിലുള്ള വ്യത്യാസം എങ്ങനെയാണ് ചികിത്സയെ ബാധിക്കുന്നത്? ഈ കിഡ്നിയിലെ കല്ലുകളുടെ സൈസ് അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ വോള്യം, അതിൻ്റെ സിംറ്റംസ്, ഇത്രയും 4 ഘടകങ്ങളെ ആശ്രയിച്ചാണ് നമ്മൾ മിക്കവാറും ചികിത്സ നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം കൂടി അറിയുന്ന ഒരു ടെസ്റ്റ് ഇന്ന് അവൈലബിൾ അല്ല. നമ്മൾ എല്ലാ ടെസ്റ്റുകളിലും കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ ടെസ്റ്റുകളുടെയും അടിസ്ഥാനത്തിലൊരു നിഗമനത്തിലെത്തുകയാണ്. എക്സ്റേ, അൾട്രാസൗണ്ട്, CT, ഇതെല്ലാം കൂടി നിഗമനത്തിലെത്തി അതിൻ്റെ കല്ലുകളുടെ സൈസ് നമ്മൾ നിശ്ചയിക്കുന്നു. ഉദാഹരണത്തിന് നമുക്ക് അറിയാം 7 mm താഴെയുള്ള കല്ലുകളെല്ലാം മരുന്നുകൊണ്ട് അല്ലെങ്കിൽ തന്നെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. 7 mm മുകളിലുള്ള കല്ലുകൾ വരാനുള്ള സാധ്യതയില്ല. കാരണം നമ്മുടെ കിഡ്നിയുടെ അനാറ്റമി അങ്ങനെയാണ്. അതായത് കല്ല് വരാനുള്ള വഴികളും അതിൻ്റെ ഡയമീറ്ററും എല്ലാം അങ്ങനെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്രൈറ്റീരിയ വരുന്നത്. അത് ചില ആൾക്കാരിൽ 6 mm ആവും, ചില ആൾക്കാർ 5 mm ആവും. നമ്മുടെ അവയവങ്ങളിലെ സൈസ് വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റുകളുടെ എല്ലാ അടിസ്ഥാനത്തിലും നമ്മൾ ഏകദേശം ഒരു 95% നമുക്ക് സൈസ് നിശ്ചയിക്കാൻ പറ്റുള്ളൂ. ശരിയായ സൈസ് പലപ്പോഴും നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത്. കാരണം കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 3 ഡയമെൻഷനലായിട്ടുള്ള ഒരു സോളിഡ് സ്ട്രക്ചറാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കല്ലുകൾ പലപ്പോഴും ഡോക്ടർമാരും രോഗികളും തമ്മിൽ പരസ്പരം ഒരു വിരുദ്ധത ഇക്കാര്യത്തിൽ ഉണ്ടാവാറുണ്ട്. കാരണം ഞാൻ 3 MMA സ്കാനിൽ കണ്ടുള്ളൂ, 4 MMA സ്കാനിൽ കണ്ടു. പക്ഷേ ആക്ച്വലി കല്ലിൻ്റെ ഒരു 3 ഡയമെൻഷനലായിട്ടുള്ള ഡെപ്ത്ത് ഈ ടെസ്റ്റുകളിലൂടെ കാണാൻ പറ്റാത്തത് കൊണ്ട് രോഗികളുടെ എല്ലാ ഘടകങ്ങളും പരിശോധിച്ചിട്ടാണ് ഒരു ഡോക്ടർ ചികിത്സ ഏത് വേണമെന്ന് നമ്മൾ നിശ്ചയിക്കുന്നത്. കോളുണ്ട് ഡോക്ടർ. ഓക്കെ. ഹലോ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? മനോജ് കുമാർ. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. എന്റെ വൃക്കയിലെ 13 mm ഒരു കല്ല് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായി. ഡിറ്റക്ട് ചെയ്ത് പറഞ്ഞാൽ ആദ്യം സാധാ സ്കാൻ ചെയ്ത് പിന്നെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് അപ്പൊ അവസാനം ഒരു നിഗമനത്തിലെത്തി സാർ ഇപ്പൊ പറഞ്ഞ പോലെ 13 mm ആണ് കല്ല് ഉള്ളത്. അപ്പൊ ഞാൻ ഡോക്ടർ എന്നോട് പറഞ്ഞ് സർജറി വേണമെന്ന്. അപ്പൊ ഡോക്ടറെ ഞാൻ രണ്ടാമത് പോയപ്പോ പറഞ്ഞപ്പോ സർജറി വേണ്ട, ഈ ഗുളിക കുടിച്ചു നോക്കുന്നതിന്. ആ ഗുളിക എന്ന് പറയുന്നത് ഒരു അലോപ്പതി ആയിട്ട് തോന്നില്ല, എന്തോ ഒരു ആയുർവേദിക് മെഡിസിൻ പോലത്തെ ഗുളികയാണ്. കുറെ കാലം കുടിച്ച് വേദനയൊക്കെ നിന്നുപോയി. അപ്പൊ ഞാന് വേദനയില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ഡോക്ടറെ സമീപിച്ചില്ല. കുറെ കാലമായി കഴിച്ചപ്പോ വെള്ളം കൂടി ധാരാളം കൂട്ടണം എന്ന് പറഞ്ഞ് അങ്ങനെ കൂട്ടി. 2 സൈഡിൽ നിന്ന് വേദന ഇപ്പോഴും ഉണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു കല്ല് മൂത്രത്തിലൂടെ പുറത്തു പോയത് കണ്ട് ആ കല്ല് ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ വേദന ഇല്ല എങ്കിലും ഈ ഒരു സംഭവം ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ വൃക്കയിലെ കല്ലിന്റെ വേദന ഏത് ഭാഗത്ത് നമ്മുടെ അടിവയറ്റിന്റെ ഭാഗത്തുനിന്ന് വേദന ഉണ്ടാവും? അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ
വൃക്കയിലെ കല്ലുകളിലെ വേദന നമ്മുടെ ഈ നെർവ്സിൻ്റെ സപ്ലൈ അനുസരിച്ചിട്ട് താഴെ വരെ അടിവയറ് വരെ വരാവുന്നതാണ്. കാരണം റേഡിയേറ്റിംഗ് പെയിൻ എന്നാണ് അതിന് പറയുക. അത് ബാക്കിൽ ഒരു കനമായിട്ടോ ഇത് ബാക്കിൽ നമ്മുടെ 2 കിഡ്നിയുടെ സ്ഥാനത്ത് ഒരു വിങ്ങലായിട്ടോ അതല്ലെങ്കിൽ ഈ അക്യൂട്ട് പെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. അതായത് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന അത് താഴോട്ട് വരെ വരാവുന്നതാണ്. അപ്പോൾ ഏത് തരത്തിൽ വേണമെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യാം. ചിലപ്പോൾ വേദന ഇല്ലാതെയും വലിയ കല്ലുകൾ, അതായത് കിഡ്നിയുടെ എക്സാക്റ്റ് ഷേപ്പുള്ള കല്ലുകൾ വരെ ഒരിക്കലും വേദന ഉണ്ടാവാതെയും കാണാറുണ്ട്. ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ സർ? ചോദിച്ചോളൂ. പിന്നെ നമ്മള് ഈ സർജറി ഒരു പേടിയുള്ള ഒരാളാണ് നമ്മൾ. അതെ, സർജറി നടത്തിയിട്ട് കല്ല് പോക്കണം എന്നുള്ള അതുകൊണ്ടാണ് നമ്മൾ ഈ പാരലായിട്ടുള്ള മറ്റു സാധ്യതകൾ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്നത്. അതെ. അപ്പൊ സർജറി അല്ലാതെ പിന്നെ കല്ല് പോക്കാൻ ഇന്ന് പിന്നെ ആധുനിക അഡ്വാൻസ്ഡ് ടെക്നോളജി എന്തല്ല സാർ നിലവിലുള്ള? ഈ സർജറി എന്ന് പറയുമ്പോൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് കീറിയിട്ടുള്ള ഓപ്പറേഷനാണോ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു ടെക്നോളജി അനുസരിച്ചിട്ട് ഒരുവിധം 99.9% കല്ലുകൾക്കും കീറിയിട്ടുള്ള ഓപ്പറേഷൻ ഇല്ലാതെ നമുക്ക് ചികിത്സിക്കാൻ സാധിക്കും. അതായത് പുറത്തുനിന്നുള്ള രശ്മി ഉപയോഗിച്ചിട്ടുള്ള ഷോക്ക് വേവ് ലിത്തോട്രിപ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചികിത്സ, ശരീരത്തിൻ്റെ ഉള്ളിൽ എൻഡോസ്കോപ്പ് കടത്തിയിട്ട് കല്ല് പൊടിക്കുന്ന ചികിത്സ, അതുപോലെ തന്നെ ചെറിയ കീഹോൾ 3 mm വരെയുള്ള കീഹോൾ വരെ സർജറി നമുക്കിന്ന് അവൈലബിൾ ആണ്. ഇതിനെല്ലാം സർജറി എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള ടെക്നിക്കുകളാണ് ഇവയെല്ലാം. അതുകൊണ്ട് പഴയ രീതിയിൽ വലിയ മുറിവും വലിയ സ്റ്റിച്ചുമായിട്ട് കല്ല് രോഗം ചികിത്സിക്കണം എന്നുള്ള ഒരു ധാരണ അത് മാറ്റിയെടുക്കേണ്ട കാലമായിരിക്കുന്നു. സർ, ഇപ്പോൾ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് വൃക്കയിൽ കല്ലുകൾ ഉണ്ടാകുന്നത്? വെള്ളം കുടിക്കുന്നത് കുറയുന്നത് കൊണ്ടൊരു കാരണമാണോ? വെള്ളം കുടിക്കുന്നത് ഒരു കാരണമാണ്. ഇതുപോലെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് കല്ലുകൾ ഉണ്ടാകുന്നത്. ഒരു പ്രത്യേക കാരണം ഒരു വ്യക്തിയിലുണ്ടെന്ന് പറയുന്നത് വളരെ ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന കല്ലുകൾക്കാണ്. അതായത് ജനറ്റിക് ആയിട്ടുള്ള ചില മെറ്റബോളിക് ഡിഫക്ട്സ് ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില നമ്മുടെ കെമിസ്ട്രി, ബ്ലഡിൻ്റെ കെമിസ്ട്രി, യൂറിൻ്റെ കെമിസ്ട്രി എല്ലാം മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യതിയാനത്തിൽ. അതല്ലാതെ ജനറലായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അതിൽ പെട്ടുന്ന ഒന്ന് തന്നെയാണ് ഇപ്പോൾ കല്ല് രോഗങ്ങൾ. അതിന് പക്ഷേ ഒരേ കുടുംബത്തിൽ തന്നെ ഒരേ ഭക്ഷണ രീതി കഴിക്കുന്ന എല്ലാവർക്കും കല്ലുണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജനറ്റിക് ആയിട്ടുള്ള ചെറിയൊരു പ്രീഡിസ്പോസിഷൻ അതിനകത്ത് ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കാരണം കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഒരു രോഗവും ഇന്ന് ഭൂമുഖത്ത് നമുക്ക് തുടച്ചു നീക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കല്ല് രോഗം ഇത്ര പ്രോമിനൻ്റായിട്ട് ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം നമുക്ക് ഇന്നേ വരെ പല രോഗങ്ങളും ഭൂമിയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്ത മാതിരി കല്ല് രോഗം നമുക്ക് സാധിച്ചിട്ടില്ല. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്കൊരു മനസ്സിലാക്കാം നമ്മുടെ പല ഫാക്ടേഴ്സും കൊണ്ടാണ് നമുക്ക് ഈ കല്ലുണ്ടാകുന്നതെന്നുള്ളത്. ഒരു ബ്രേക്ക് എടുത്തിട്ട് ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, എന്തുകൊണ്ടാണ് എല്ലാ കല്ലുകൾക്കും വൃക്കയിലുണ്ടാകുന്ന എല്ലാ കല്ലുകളും വേദന ഉണ്ടാക്കാത്തത്? സാധാരണഗതിയിൽ കല്ല് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ യൂറിൻ്റെ ഫ്ലോ അത് തടസ്സപ്പെടും. ആ തടസ്സപ്പെടുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേദന ഉണ്ടാകുന്നത്. ആ കിഡ്നി വൃക്കയുടെയും അല്ലെങ്കിൽ അതിൻ്റെ യൂറിറ്ററിൻ്റെയും മസിൽസ് ഒരു ടൈറ്റ് ആവുന്നു. അതോടുകൂടി യൂറിൻ ബ്ലോക്ക് ആവുന്നു, വേദന അനുഭവപ്പെടുന്നു. അതുകൊണ്ട് ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക ഒരു കമ്പാർട്ട്മെൻറ്റിനകത്ത് നിൽക്കുന്ന കല്ലുകൾ ഒരിക്കലും വേദന ഉണ്ടാക്കാറില്ല. ചെറിയ കല്ലുകൾക്ക് ചികിത്സ വേണ്ട എന്ന് അങ്ങനെ ഉണ്ടോ? സാധാരണഗതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി 7 mm അല്ലെങ്കിൽ 6 mm ഉള്ള കല്ലുകൾ സാധാരണഗതിയിൽ നല്ല യൂറിൻ ഫ്ലോ ഒക്കെ ഉണ്ടെങ്കിൽ താഴോട്ട് വരാനുള്ള ഫോം ചെയ്യുന്ന സ്റ്റേജിൽ തന്നെ, അതായത് ക്രിസ്റ്റലിൽ നിന്ന് കല്ലാവുന്ന സ്റ്റേജിൽ തന്നെ അത് പോകാനുള്ള സാധ്യതയുണ്ട്. അത് 7 mm മുകളിലേക്ക് കല്ലുകൾ സൈസ് പോകുന്ന സമയത്ത് ഈ വരാനുള്ള വഴിയേക്കാളുള്ള ചെറിയ സൈസുകളാക്കി അതിനെ പൊടിക്കുന്ന സംവിധാനങ്ങൾ ചെയ്യുമ്പോഴാണ് ചികിത്സ ഫലപ്രദമാകുന്നത്. എല്ലാ കല്ലുകളും പൊടിച്ച് വരാനുള്ള വഴിയിലൂടെ അല്ല ചികിത്സിക്കുന്നത്. ചില കല്ലുകൾ നമ്മൾ നേരിട്ട് കീഹോളിലൂടെയാണ് ആ കല്ലുകൾ എടുക്കുന്നത്. അപ്പോൾ ഈ കീഹോളിൻ്റെ തന്നെ രീതികൾ പലതരത്തിലുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ്. ഓക്കെ, ഹലോ
ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് ഒരു കിഡ്നി കംപ്ലൈന്റ് ഉള്ള വ്യക്തിയാണ്. ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ഡോക്ടറെ പറഞ്ഞോളൂ. നമസ്കാരം. നമസ്കാരം. എനിക്ക് എന്റെ പേര് അബ്ദുസലാമെന്നാണ്. കൊല്ലം ജില്ല ആയിരത്തി വല്ലപ്പാറയാണ് സ്ഥലം. എനിക്ക് ഈ 2 കിഡ്നിയിലും ഓരോ കല്ലുണ്ടായിരുന്നു. ഓക്കെ. അത് ലെഫ്റ്റില് 5 mm റൈറ്റില് 6 mm ഉണ്ടായിരുന്നു. ഓക്കെ. അത് ഞാൻ ഒരു യൂറോളജി ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മെഡിസിൻ ഒക്കെ കഴിച്ചപ്പോഴത്തേക്ക് റൈറ്റിലെ കിഡ്നി പോയി കിട്ടി, കല്ല് പോയി കിട്ടി. ഓക്കെ. ഇപ്പൊ ലെഫ്റ്റിൽ അത് അങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ. അത് മരുന്ന് അതിന്റെ ഗുളിക മെഡിസിനൊക്കെ ഇപ്പോഴും കഴിക്കുന്നുണ്ട്, പക്ഷെ അത് പലപ്പോഴും വേദന ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതായത് നമ്മൾ 6 mm 7 mm എന്നൊക്കെ പറഞ്ഞല്ലോ, അത് എന്ത് ടെസ്റ്റ് വെച്ചിട്ടാണ് പറയുന്നത്? അത് സ്കാൻ ചെയ്ത് പിന്നെ എക്സ്റേ എടുത്ത് അതിന്റെ അസോസിയേഷൻ നന്നായി നോക്കി അങ്ങനെയാണ് അതിന്റെ റിപ്പോർട്ട് കിട്ടിയത്. ഓക്കെ. 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 അപ്പോൾ ചില ആൾക്കാരുടെ, നമ്മുടെ എല്ലാവരുടെയും കണ്ണിൻ്റെ സൈസും മൂക്കിൻ്റെ സൈസും ഒന്നല്ലാത്ത മാതിരി തന്നെ നമ്മുടെ കിഡ്നിയിൽ നിന്ന് വരുന്ന യൂറിറ്ററിൻ്റെ സൈസും പലപ്പോഴും പല രീതിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ കല്ല് വരാതിരിക്കുന്നത്. പിന്നെ ആവശ്യമായിട്ടുള്ള യൂറിൻ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള വെള്ളം കുടിച്ച് അത് ഫ്ലോ ചെയ്ത് താഴേക്ക് ഒഴുകി വരണമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ ഇരിക്കുന്നത് 13 അറകളുണ്ട് കിഡ്നിക്കകത്ത്, ഏകദേശം 13 തൊട്ട് 17. ഏതെങ്കിലും ഒരു അറയിൽ സ്റ്റക്കായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, കാലിക്സ് എന്ന് പറയും, അതായത് സ്റ്റക്കായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വരാനുള്ള സാധ്യത കുറവാണ്. അത് അതിന് പുറത്തേക്ക് വന്നാലാണ് നമുക്കത് വരാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ അത് ഓരോ വ്യക്തികളിൽ നിന്നും, ഇപ്പോൾ ഒരാൾക്ക് 6 mm ഉള്ളത് 7 mm പോയി എന്ന് വെച്ച് അടുത്ത ആൾക്ക് 5 mm ഉള്ളത് പോയിക്കൊള്ളണം നിർബന്ധമില്ല. കാരണം അത് എവിടെ ഇരിക്കുന്നു ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിനകത്ത്. കാരണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് കിഡ്നിയുടെ അനാറ്റമി. അതെ. വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഒരു കോളും കൂടി ഉണ്ട്. ഹലോ. ഹലോ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ ആന്റണിയാണ്, മുംബൈയിൽ നിന്നും. ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വല്ല കൂടുതലായിട്ടും സ്റ്റൊമക് പെയിൻ ആയിട്ട് ഞാൻ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് അവര് ബ്ലഡിൽ കൂടെ യൂറിന്റെ കൂടെ തന്നെ ബ്ലഡും പോകുന്നുണ്ടായിരുന്നു. ഓക്കെ. സോ ഞാൻ ബൊക്കാട് ഹോസ്പിറ്റലിലാണ് പോയത് അന്ന് മുംബൈയില്. സോ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ CT അബ്ഡോമൻ ചെയ്തു, CT സ്കാൻ ചെയ്തു. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞ ഒരു 8 mm അപ്രോക്സിമേറ്റ്ലി 8 mm സ്റ്റോൺ ഉണ്ട്. അത് ലെഫ്റ്റ് യൂറേട്രിക് കാൽക്കുലസ് ആണ് പുള്ളി പറഞ്ഞത്. ലെഫ്റ്റ് യൂറേട്രിക് കാൽക്കുലേഷൻ. ഓക്കെ. സോ ഇപ്പോഴൊരു 12 days ആയി. ഇപ്പോൾ ഓൾറെഡി 12 days ശേഷമാണ് വിളിച്ചത് എന്നെ വീണ്ടും. പക്ഷെ ഇതുവരെ ഞാൻ കഴിഞ്ഞ ദിവസം USG എടുത്തപ്പോഴത്തേക്ക് സ്റ്റിൽ ഇറ്റ് ഈസ് ഇൻ ദ യൂറേറ്റർ. അപ്പൊ ഇനി എന്താണ് ഡോക്ടർ ചെയ്യുന്നത്? ഞാനിപ്പം വേറൊരു മരുന്ന്, ഒരു ഹോമിയോപ്പതി മരുന്ന് ഒരാൾ തന്നു, ബെർബാരീസ് വിഗ്രഹൻ എന്ന് പറഞ്ഞൊരു മരുന്നാ തന്നത്. അതിൽ നിന്ന് ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇനിയും ഓപ്പറേറ്റ് ചെയ്ത് മാറ്റണോ അതോ? ഇതിന്റെ സർജറിയുടെ ആവശ്യമില്ല. ഇതെല്ലാം നമുക്ക് 8 mm 9 mm ഇതെല്ലാം നല്ല നല്ല എൻഡോസ്കോപ്പുകൾ അവൈലബിൾ ആണ് ഇന്നത്തെ. പല രീതിയിലുള്ള എൻഡോസ്കോപ്പുകളുണ്ട്. ഫ്ലെക്സിബിൾ എൻഡോസ്കോപ്പ്, റിജിഡ് എൻഡോസ്കോപ്പ്, അങ്ങനെയുള്ള എൻഡോസ്കോപ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഈ കല്ലുകളെ ഒരു ദിവസം കൊണ്ട് തന്നെ, ഹോസ്പിറ്റൽ സ്റ്റേ കൊണ്ട് തന്നെ നമുക്ക് കല്ലുകളെ പൊടിച്ച് ഫ്രാഗ്മെൻറ്റ് ചെയ്ത് ആ യൂറിനറി ട്രാക്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രധാന ഒരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മരുന്നുകൊണ്ട് ചില കേസുകൾ, എല്ലാ കേസിലും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ കല്ലുകൾ പിന്നെ താഴോട്ട് തന്നെ വരാൻ ശ്രമിക്കുന്ന ആ സമയത്ത് ആ വരുന്ന ട്രാക്കിന് പല ഭാഗത്തും ഇഞ്ചുറി ഉണ്ടാക്കും. ഈ ഇഞ്ചുറി ഉള്ള ഭാഗം പിന്നീട് ഹീൽ ചെയ്ത് സ്ട്രിക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാരോ പാസേജായിട്ട് യൂറിറ്ററിനെ മാറ്റും. അപ്പോൾ അങ്ങനെ പല രോഗികൾക്കും ഈ മരുന്നുകൾ സക്സസ് ആവുമെങ്കിൽ കൂടി കുറച്ച് കാലം കഴിയുമ്പോഴാണ് അതിൻ്റെ സൈഡ് ഇഫക്ട്സ് കാണാറ്. അപ്പോൾ ഒരു ബ്ലോക്കുള്ള കിഡ്നി ഒരിക്കലും കൂടുതൽ ദിവസം ഒരു സാവകാശം നമുക്ക് കൊടുക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ താങ്കളുടെ കേസിൽ ഒരു സാവകാശം കൊടുത്തു എന്നും എനിക്ക് തോന്നുന്നു. ഒരു 15 ദിവസം ആയല്ലോ. അപ്പോൾ ഇനി അതിനകത്ത് വെച്ച് റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്.
ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? നമസ്കാരം. ഇത് എരുമേലിയിലെ രാജീവ് ആയിരുന്നേ. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. എനിക്കിപ്പോ 44 വയസ്സുണ്ട്. ഓക്കെ. എനിക്കൊരു 15 വർഷമായിട്ട് എനിക്ക് മൂത്രത്തിൽ കല്ലിന്റെ അസുഖമുണ്ട്. അപ്പൊ ഒത്തിരി ഹോസ്പിറ്റലെല്ലാം പോയി അഡ്മിറ്റ് ആയി. അത് കഴിഞ്ഞാൽ പിന്നെ ആയുർവേദം കഴിച്ചു, ഹോമിയോ കഴിച്ചു നോക്കി. ഇതൊന്നും കഴിച്ചിട്ടൊന്നും തീർത്ത് ഇതുവരെ പോയിട്ടില്ല. ഇപ്പോഴും 6 മാസം ഒക്കെ കൂടുമ്പോൾ വീണ്ടും ഈ കല്ലിന്റെ അസുഖം ഉണ്ടാകുമ്പോൾ സ്കാൻ ചെയ്തൊക്കെ നോക്കുമ്പോൾ എന്റെ ഈ 2 ഇതിനകത്തും കല്ലുണ്ടെന്നാ സ്കാനിങ് റിപ്പോർട്ടിൽ പറഞ്ഞത്. അപ്പൊ ഇത് ഓപ്പറേഷൻ ചെയ്താലേ ഇത് പൂർണ്ണമായിട്ടും മാറി പോവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് പിന്നീട് വല്ല കിഡ്നിക്ക് വല്ല പ്രോബ്ലമോ അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും അസുഖം അല്ല ഇങ്ങനെ മറ്റെന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയി വരുമോ എന്നൊക്കെയുള്ളത്. ചോദ്യത്തിൽ കല്ലിന്റെ സൈസിനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. കല്ലുകളുടെ സൈസിനെ കുറിച്ചിട്ട് വല്ല ധാരണയുണ്ടോ? കല്ലുണ്ട് 6 mm എന്നൊക്കെ ആയിരുന്നു ലാസ്റ്റ് സ്കാനിങ്ങില്. 6 mm എന്നൊക്കെ ആയിരുന്നു. അപ്പൊ സ്കാനിങ് ചെയ്ത ഡോക്ടറോട് അന്ന് ചോദിച്ചു. ഡോക്ടർ അന്ന് പറഞ്ഞ് 2 ഇതിലും ഉണ്ടെന്നാ പറഞ്ഞ കല്ല്. താങ്കളുടെ കേസ് ഒരു റിക്കറന്റ് സ്റ്റോൺ ഫോം എന്നുള്ള ഒരു കാറ്റഗറിയിലാണ്. എപ്പോഴും സ്റ്റോൺ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും അത് ചിലത് മരുന്ന് കഴിച്ചു പോവുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനായി തോന്നുന്നു. കാരണം 15 വർഷമായിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അത് ഈ പ്രമേഹം, പ്രഷർ എന്നീ അസുഖം പോലെ തന്നെ കൺട്രോൾ ചെയ്ത് പോയാൽ മതി. ഇതിനെ പറ്റിയിട്ട് അധികം വറി ചെയ്യേണ്ട കാര്യമില്ല, ഇതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. അവർക്കെല്ലാം ഇടയ്ക്കിടയ്ക്ക് കഴിയുന്നത്ര ഓപ്പറേഷനോ അല്ലെങ്കിൽ പൊടിക്കുന്നതോ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ചെയ്യുക. അല്ലാത്ത സമയത്ത് കഴിയുന്നത്ര ഇതെല്ലാം നിയന്ത്രിച്ച് കൊണ്ടുപോവുക, പ്രമേഹവും പ്രഷറും മാതിരി എന്നുള്ളതാണ് എൻ്റെ ഉപദേശം. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, എന്തൊക്കെയാണ് ഇന്ന് ലഭ്യമായിട്ടുള്ള നൂതന ചികിത്സാ രീതികൾ? പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ പലതരത്തിലുള്ള സർജറി ഉണ്ട്, റോബോട്ടിക് സർജറികളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി വെച്ച് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം. കല്ല് രോഗത്തിന് ഇനിയിപ്പോൾ കീറിയിട്ടുള്ള ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ പറയാം. അതിന് പറയാൻ പ്രത്യേകിച്ച് കാരണമുണ്ട്. ഉദാഹരണത്തിനായിട്ട് മിനിമലി ഇൻവേസീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവിഷൻ യൂറോളജിയിൽ വളരെ സ്ട്രോങ് ആയി കഴിഞ്ഞു. അതിൽ പെട്ടതാണ് ഈ ലാപ്രോസ്കോപ്പി, റോബോട്ടിക് സർജറി എന്നിവയുള്ള. അത് ലാപ്രോസ്കോപ്പിയും റോബോട്ടിക് സർജറിയും വന്നതോടുകൂടി ഓപ്പൺ സർജറിയുടെ എല്ലാവിധ സർജിക്കൽ പ്രൊസീജിയേഴ്സും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതെല്ലാം 3 കീ ഹോളിലൂടെ നമുക്ക് കിഡ്നിയിലേക്ക് എത്താനും അതോടൊപ്പം തന്നെ കിഡ്നിയിലെ വലിയ സ്റ്റോണുകൾ ഓപ്പറേഷൻ കൂടാതെ ഒരു ബാഗിലാക്കി എടുത്ത് പുറത്തേക്ക് എടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് റോബോട്ടിക് സർജറിയിലും. അപ്പോൾ വലിയ കല്ലുകൾ അങ്ങനെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്ന പഴയ സിസ്റ്റം മാറ്റി നമുക്ക് ഇപ്പോൾ റോബോട്ടിക്കൂടെയും ലാപ്രോസ്കോപ്പിക്കൂടെയും ചെയ്യാം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കീഹോൾ സർജറി. കീഹോൾ സർജറിയിലും കുറേ അഡ്വാൻസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് കീഹോൾ സർജറിയിൽ വന്ന അഡ്വാൻസ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കമിഴ്ത്തി കിടത്തിയിട്ടായിരുന്നു കീഹോൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പല രോഗികൾക്ക് അത് കമിഴ്ത്തി കിടത്തിയിട്ട് സർജറി ചെയ്യാൻ ബുദ്ധിമുട്ട് വരുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ രോഗികളെ ഇപ്പോൾ നമുക്ക് മലർത്തി കിടത്തിയിട്ട് തന്നെ ചെയ്യാനുള്ള ടെക്നോളജി വന്നിട്ടുണ്ട് കീഹോളിലൂടെ. കീഹോൾ തന്നെ പല രീതിയിലുണ്ട്. 3 mm ഉള്ള കീഹോളുണ്ട്, 7 mm ഉള്ള കീഹോളുണ്ട്, 17 mm ഉള്ള കീഹോളുണ്ട്. അത് ഓരോ ഫെസിലിറ്റി ഉള്ള സെൻറ്ററിനെ ആശ്രയിച്ച് വളരെ ചുരുക്കം സെൻറ്ററുകളിൽ മാത്രമാണ് ഈ ചെറിയ സൈസുള്ള കീഹോളുള്ളൂ. അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ ഒരു വലിയ ഡിവിഷനാണ് എൻഡോസ്കോപ്പികളുടെ റെവല്യൂഷൻ. എൻഡോസ്കോപ്പികളിൽ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് നമുക്ക് റിജിഡ് എൻഡോസ്കോപ്സ് ഉണ്ടായിരുന്നുള്ളൂ, അതായത് സോളിഡ് ആയിട്ടുള്ള. ഇപ്പോൾ ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉള്ള എൻഡോസ്കോപ്സുകൾ വന്നു. അപ്പോൾ അത് കിഡ്നിയുടെ ഏത് അറകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവിയേറ്റ് പതുക്കെ ഡിവിയേറ്റ് ചെയ്ത് എല്ലാ അറകളിലും എത്തിയിട്ട് ഈ കല്ലുകളെ എടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ, നമുക്ക് ടൈമില്ല, അങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ മാത്രമാണ് നമ്മൾ ഓപ്പൺ സർജറി ആവശ്യമുള്ളൂ. അപ്പോൾ സർജറി, കല്ലുകൾക്ക് സർജറി എന്ന് പറയുമ്പോൾ എല്ലാവരെയും മനസ്സിൽ ഓടിയെത്തുന്നത് സർജറി എന്നുള്ള വാക്കുകൊണ്ട് എത്തുന്നത് കീറി ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത്. അതിപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ മിനിമലി ഇൻവേസീവ് ഡിവിഷൻ ഓഫ് യൂറോളജി, അതായത് എൻഡോസ്കോപ്പിക് സർജറി, കീഹോൾ സർജറി, അതുപോലെ ലാപ്രോസ്കോപ്പിക് ആൻഡ് റോബോട്ടിക് സർജറി, ഇവയെല്ലാം വന്നതോടുകൂടി നമുക്ക് കല്ല് രോഗത്തിനെ സംബന്ധിച്ച് ഒരു സർജറി എന്നുള്ളൊരു ഭയം തന്നെ ആവശ്യമില്ല. പക്ഷേ അതിൻ്റെ ഓരോ പ്രൊസീജിയറും സെലക്ട് ചെയ്യുന്നത് രോഗികളല്ല, അത് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി സൈസ് കറക്റ്റ് അറിഞ്ഞുകൊണ്ട് ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. ഓരോ എന്തിന് എൻഡോസ്കോപ്പി ഉപയോഗിക്കണം, എന്തിന് കീഹോൾ ഉപയോഗിക്കണം,
എന്തിന് പുറത്തുനിന്നുള്ള രശ്മി ഉപയോഗിച്ചിട്ട് പൊടിക്കണം, എന്തിന് ലാപ്രോസ്കോപ്പി ചെയ്യണം, എന്തിന് റോബോട്ടിക് സർജറി ചെയ്യണം, ഇത്രയും ഓപ്ഷൻസ് ഉള്ള സമയത്ത് അത് ഒരാളുടെ കണ്ടീഷൻ നോക്കി അസസ് ചെയ്തിട്ട് നമ്മൾ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് അനിൽ എന്നാണ്. എനിക്ക് 38 വയസ്സാകുന്നു. ഇപ്പൊ സ്കാൻ ചെയ്തപ്പോ ഒരു 8 mm സൈസുള്ള ഒരു സ്റ്റോണ് കിഡ്നിയിലുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് റിമൂവ് ചെയ്യാൻ പറ്റിയ മെഡിസിനൽ ഇതിൽ പറ്റുമോ, അതേ എന്തെങ്കിലും ഓപ്പറേഷണൽ ഇത് വേണ്ടി? അല്ല, CT സ്കാൻ ചെയ്തതാണോ? 8 mm തന്നെയാണോ? 8 mm to 9 mm എന്നാണ് അവര് അല്ലേ? അത് തനിയെ പുറത്തേക്ക് വരാനുള്ള സാധ്യത കുറവായിട്ടാണ് കാണുന്നത്. അത് എക്സ്റേയിൽ കാണുന്ന ടൈപ്പ് കല്ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ESWL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോക്ക് വേവ് വെച്ച് നമുക്കതിനെ ഫ്രാഗ്മെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം എക്സ്റേ കാണാത്ത കല്ലുകൾക്ക് കഴിയുന്നത്ര എൻഡോസ്കോപ്പി അല്ലെങ്കിൽ കീഹോൾ, മിനി കീഹോൾ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്കുകളുണ്ട്. എന്തായാലും ഒരു ഓപ്പൺ സർജറിയുടെ ആവശ്യം അതിനില്ല. അത് കറക്റ്റ് അതിൻ്റെ ഒരു പൊസിഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, കിഡ്നിക്ക് 12 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. സുപ്പീരിയർ, മിഡിൽ, ഇൻഫീരിയർ ആണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഷോക്ക് വേവ് ലിത്തോട്രിപ്സി കൊണ്ട് പോകാനും. അതിന് മിനി കീ ഹോൾ തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും ഏതാ അപ്പർ ഏരിയയിലാണ് എക്സ്റേയിൽ കാണുന്നുണ്ട്. വളരെ സുഗമമായിട്ട് നമുക്ക് ഷോക്ക് വേവ് ലിത്തോട്രിപ്സി വെച്ച് വരും. അതുപോലെ തന്നെ വളരെ ഈ അപ്പർ ആണെന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ വളരെ റെയറായിട്ട് ജന്മന ഉണ്ടാകുന്ന ചില വൈകല്യങ്ങളുണ്ട്, ഡൈവേർട്ടിക്കുല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് ചില സമയത്ത് ഈ പൊടിക്കുന്ന ഇത് ഫലപ്രദമാവില്ല. അപ്പോൾ അങ്ങനെ ഓരോ വ്യക്തിയിലും അത് ഓരോ തരത്തിലാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. അല്ല, അത് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പല സെഗ്മെന്റ് ആയിട്ട് പിന്നെയും വീണ്ടും കൂടുതൽ ചാൻസ് ഉണ്ട് അത് ലാർജ് ആയിട്ട്. അതിപ്പോൾ ഏത് ചികിത്സ ചെയ്താലും പറയുന്ന ഒരു കോമൺ സെൻറ്റൻസ് ആണ്. നമ്മൾ പൊടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് വരാൻ പാടില്ല. അതൊക്കെ ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രചരണം മാത്രമാണ്. വിളിച്ചതിന് നന്ദി ഡോക്ടർ. സമയോടെ പൂർണ്ണമായി. വൃക്കയിലെ കല്ലിനുള്ള നൂതന ചികിത്സാ രീതികളെക്കുറിച്ച് വിശദീകരിച്ചതിന് നന്ദി.